ശ്രീ VPP മുസ്തഫ, പരമ്പരാഗതമായി UDFിനെ പിന്തുണയ്ക്കുന്ന മണ്ഡലമാണ് എന്ന ആത്മവിശ്വാസം, അത് LDF ഇടയ്ക്ക് തട്ടിയെടുത്തതാണ് എന്ന ആത്മവിശ്വാസം, ആര്യാടൻ കുടുംബത്തിലുള്ള ആത്മവിശ്വാസം, ഇതൊക്കെയായിട്ടാണ് അവർ നിൽക്കുന്നത്. നിങ്ങൾക്ക് വികസനത്തിൻ്റെ 2000 കോടിയുടെ വികസനം ആ നിലമ്പൂർ മണ്ഡലത്തിൽ നടപ്പാക്കാനായതിൻ്റെ ആത്മവിശ്വാസമുണ്ട്. ഒപ്പം മറ്റ് പല ഘടകങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് സജീവൻ സൂചിപ്പിച്ചതുപോലെ സ്വരാജ് എന്ന അവിടുത്തുകാരനായ കേരളത്തിന് മുഴുവൻ അടയാളപ്പെടുത്തുന്ന ഒരു വലിയ വ്യക്തിത്വം, രാഷ്ട്രീയ വ്യക്തിത്വം എന്ന അർത്ഥത്തിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ആത്മവിശ്വാസം? അജിൻഷാദ്, ഇത് കേവലമായ ഒരു ആത്മവിശ്വാസത്തിന്റെ പ്രശ്നമല്ല. നമ്മുടെ രാഷ്ട്രീയ ചിത്രം മാറുകയാണ്. നേരത്തെ നമ്മുടെ നാട്ടിൽ ഒരു ധാരണയുണ്ടായിരുന്നു, ഒരു 980-കൾ തൊട്ടുണ്ടായിരുന്ന ഒരു ധാരണ 5 വർഷം കൂടുമ്പോൾ കേരളത്തിൽ ഭരണം മാറും എന്നതായിരുന്നു. അത് 80 മുതൽ ഈ 2021 വരെയും അതായിരുന്നല്ലോ കേരളത്തിന്റെ ഒരു ചരിത്രം. അതിനു മുമ്പ് അങ്ങനെയായിരുന്നില്ല. 57 കേരളം ഉണ്ടായെങ്കിൽ പോലും 57 ആദ്യത്തെ ഗവൺമെന്റ് 28 മാസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ്, പിന്നെ 10 വർഷം വേണ്ടി വന്നു. 69-ലാണ് രണ്ടാമതൊരു ഇടതുപക്ഷം വരുന്നത്, വീണ്ടും EMS. അത് 69-ൽ വീണു. പിന്നെ 11 വർഷം കഴിഞ്ഞിട്ട് 80-ലാണ് നായനാർ ഗവൺമെന്റ് വരുന്നത്. അപ്പൊ 80 വരെ ഉണ്ടായിരുന്ന അവസ്ഥ എന്ന് പറയുന്നത് 2 വർഷം LDF ഭരിച്ചാൽ 10 വർഷം UDF എന്നതായിരുന്നു. എന്നാൽ 80-ന് ശേഷം 5 വർഷം എന്നുള്ളതായി. എന്നാൽ 2016-ന് ശേഷം ആ ചിത്രം മാറുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ തുടർ ഭരണം സാധ്യമാകുന്നു. കേരളം ഇടതുപക്ഷത്തോടൊപ്പം കൂടുതൽ ശക്തമായി അണിനിരക്കുന്നു. അതെന്തുകൊണ്ടാ? ഇടതുപക്ഷ ഭരണത്തിൽ സാധ്യമായിട്ടുള്ള കേരളത്തിന്റെ വികസനം, നവകേരള വികസനം എന്ന് പറയുന്നത് കേവലം ഒരു മുദ്രാവാക്യമല്ല, അതിന്ന് കേരളത്തിന്റെ യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു വിപുലമായ സ്വപ്നത്തിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വികസന തുടർച്ചയും ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ കൂടുതൽ വിസ്തൃതമായ ഒരു മേഖലയും ഉണ്ടാകാൻ ഇനിയും ഒരു ഭരണ തുടർച്ച ഉണ്ടാകണം. അത് കേരളത്തിന്റെ ഭാവിക്ക് അനിവാര്യമാണ് എന്ന് പൊതുവിൽ കേരള ജനത കരുതുന്നു. അത് തന്നെയാണ് നിലമ്പൂരിന്റെ അനുഭവം. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 9 വർഷം 2000 കോടിയുടെ വികസനം. ഇപ്പോ ഇടതുപക്ഷത്തെയും പിണറായിയെയും PV അൻവർ തള്ളി പറയുന്നു. പക്ഷെ താൻ MLA ആയിരുന്ന 9 വർഷം കൊണ്ട് കൊണ്ടുവന്ന വികസനത്തെ അദ്ദേഹം പോലും ഏറ്റവും ശക്തമായിട്ട് തന്നെ എടുത്തു പറയുകയാണ്. സ്വാഭാവികമായിട്ടും ഈ നിലമ്പൂരിന്റെ, കേരളത്തിന്റെ രാഷ്ട്രീയം മാറുന്നു, നിലമ്പൂരിന്റെ രാഷ്ട്രീയവും മാറുന്നു. അതുകൊണ്ട് പരമ്പരാഗതമായ പഴയൊരു UDF മണ്ഡലമല്ല ഇന്നിപ്പോ കേരളം എന്നതുപോലെ തന്നെ നിലമ്പൂരും. ആ രാഷ്ട്രീയ മാറ്റത്തിന്റെ ശരിയായ ഒരു ചിത്രമാണ് ഇത്ര ശക്തമായിട്ട്. ഇന്നിപ്പോ നമ്മളിപ്പോ ഈ കരകാണ കടലല പോലെ എന്നൊക്കെ ഇങ്ങനെ പലപ്പോഴും ആലങ്കാരിക ഭാഷയിൽ പറയാറുണ്ട്. പക്ഷെ ഇന്നത്തെ കൊട്ടിക്കലാശത്തിൽ നമ്മൾ കണ്ടത് അതല്ലേ? അത്ര വിപുലമായൊരു ജനപങ്കാളിത്തമല്ലേ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ഈ അവസാനത്തെ മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. തീർച്ചയായിട്ടും സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ മികവ് അതിൽ വലിയ ഘടകമാണ്. അത് കേവലമായിട്ടുള്ള ഒരു വ്യക്തിപ്രഭാവമല്ല, നിലപാടാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സ്വരാജിന് എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള പരിവേഷം ഉണ്ടാകുന്നതല്ല. അദ്ദേഹത്തിന്റെ നിലപാടുകളിലൂടെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ, സമീപനങ്ങളിലൂടെ, പെരുമാറ്റങ്ങളിലൂടെ സ്വരാജ് എന്ന് പറയുന്ന യുവ നേതാവ് ആർജിച്ചെടുത്ത ഒരു അംഗീകാരമായിട്ടാണ് അത് വരുന്നത്. അല്ലാതെ മാധ്യമങ്ങളുടെ ഒരു പരിലാളന കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സാമൂഹ്യ മാധ്യമങ്ങളിലെ ബൂസ്റ്റിംഗ് കൊണ്ടോ ഉണ്ടായിത്തീർന്ന ഒരു നേതൃരൂപമല്ല സഖാവ് സ്വരാജ്. അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള, ജനപക്ഷത്ത് നിൽക്കുന്ന, നാടിന്റെ സ്പന്ദനം അറിയുന്ന ഒരു നേതൃരൂപം എന്നുള്ള നിലയിലാണ് സഖാവ് സ്വരാജ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഏറ്റവും സാധാരണക്കാരനായ തൊഴിലാളികൾ തൊട്ട് നമ്മുടെ സമൂഹത്തിലെ വലിയ ബുദ്ധിജീവികൾ വരെ, സാഹിത്യ പ്രവർത്തകരും കലാകാരന്മാരും വരെ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം, അതിന് ലഭിച്ചിട്ടുള്ള സ്വീകാര്യത, ഇടതുപക്ഷ ഭരണത്തിന്റെ മേന്മ, കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം, ഇതെല്ലാം ചേരുമ്പോഴാണ് നിലമ്പൂരിലെ ഈ പുതിയ മുന്നേറ്റം, ആസന്നമായ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, അതുപോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിന്റെ എല്ലാം മുന്നിൽ ശക്തമായിട്ട് നിൽക്കുന്നത്. ജനങ്ങളുടെ മുന്നിൽ ഒരു അജിംഷാദ്, കൃത്യമായിട്ടും നിലമ്പൂരിലെ ജനങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വികാരം എന്താ? ഇനി 11 മാസമാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ MLAക്ക് ഉണ്ടാവുക. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLAയെ കൊണ്ട് എന്ത് കാര്യം? അതും ഇപ്പോ നിർത്തിയ UDFന്റെ സ്ഥാനാർത്ഥിയെ പോലുള്ള ഒരു ആളാണ് MLA ആയിട്ട് വരുന്നതെങ്കിൽ
അപ്പൊ സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തിരുന്ന് അതിനിർണായകമായ സ്വാധീനം ചെലുത്താൻ വേണ്ടി കഴിയുന്ന 9 വർഷം അങ്ങനെ ഭരണപക്ഷത്തിരുന്നപ്പോൾ അൻവർ എന്ന് പറയുന്ന സ്വതന്ത്ര MLA ഉപയോഗിച്ചിട്ട് ഈ 2000 കോടിയുടെ വികസനം കൊണ്ടുവരാൻ വേണ്ടി കഴിയുമെങ്കിൽ നിർണായകമായി സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഭരണപക്ഷത്തിന്റെ ഏറ്റവും ശക്തനായ വക്താവും CPIM-ന്റെ ഏറ്റവും പ്രഗത്ഭനായ നേതാവുമായിട്ടുള്ള M സ്വരാജ് 10 മാസമെങ്കിൽ 10 മാസം അത് ഏറ്റവും കാര്യക്ഷമവും ഫലപ്രദവുമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇതാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്. ആ വികാരത്തിനൊപ്പമാണ് ജനങ്ങൾ നിൽക്കുക. അതുകൊണ്ട് ഒരു വഞ്ചകന്റെ ഭാഗമായിട്ട് വന്ന അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും അത് വേസ്റ്റ് ആകരുത്. തങ്ങളുടെ ഒരു വോട്ട് അത് നാടിന് ഗുണപ്രദമാകണം, തങ്ങൾക്ക് ഗുണപ്രദമാകണം എന്ന് വോട്ടർമാർ ആഗ്രഹിക്കും. അവിടെ അവരുടെ മനസ്സിലുള്ളത് ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA ആണ് അടുത്ത 10 മാസം കൊണ്ട് നിലമ്പൂരിന് ഗുണം ചെയ്യുക. അത് സ്വരാജിനെ പോലുള്ള ഒരു ഉയർന്ന സ്വാധീനമുള്ള നേതാവാകുമ്പോൾ ഈ 9 വർഷം ഒരു സ്വതന്ത്ര MLA വെച്ച് ഇടതുപക്ഷത്തിന് ചെയ്യാൻ കഴിഞ്ഞതിന്റെ എത്രയോ 10 മടങ്ങ് അതാണ് അത് വളരെ ശരിയായതും അടിവരയിടേണ്ടതുമാണ്.